ഹലോ, നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ നമ്മുടെ ഫാമിലിക്കും നമസ്കാരം പറഞ്ഞു. സ്വാമി ശരണയ്യപ്പ. 2-3 ദിവസമായി നമ്മൾ അയ്യപ്പൻ വിളക്ക് വീഴുമല അയ്യപ്പൻ വിളക്ക് ആലത്തൂർ വീഴുമല മലക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അയ്യപ്പൻ വിളക്ക് മലയുടെ മുകളിൽ അയ്യപ്പൻ വിളക്കായ കാരണമാണ് നമ്മൾ മറ്റുള്ള വീഡിയോകളൊന്നും 2 ദിവസമായി എടുക്കാൻ പോകാത്ത കാരണം ഇന്ന് ഇവിടെ പാലക്കൊമ്പ് എഴുന്നള്ളത്താണ്. അപ്പോൾ അവിടെ നമ്മുടെ പെരുങ്കുളം ശിവക്ഷേത്രത്തിൽ നിന്നാണ് നമ്മൾ പാലക്കൊമ്പ് എഴുന്നള്ളത്ത് പോകുന്നത്. നമ്മുടെ ഭക്തർ നമ്മുടെ ചാനൽ കാണുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി പൂജയോടുകൂടി പാലക്കൊമ്പ് എഴുന്നള്ളത്തിൻ്റെ ഭാഗമാണ് ഈ വീഡിയോയിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. തീർച്ചയായിട്ടും ശിവക്ഷേത്രത്തിൽ നിന്ന് പൂജ കഴിഞ്ഞ് വെളിയിൽ വന്ന് പാലക്കൊമ്പ് എഴുന്നള്ളത്തിന് അയ്യപ്പ ഭക്തന്മാരാണ് ആദ്യം പുറത്ത് ചടങ്ങ് പൂജ. ആന എഴുന്നള്ളത്ത്, പാലക്കൊമ്പ്, അയ്യപ്പന്മാരുടെ ദൈവം വരുന്ന തുള്ളൽ എന്ന് വെച്ചാൽ പാട്ട് അയ്യപ്പൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തുള്ളി ആണ് പോകുന്നത്. 3 പേര് കറക്റ്റായി അവിടെ ദൈവം പോകുന്നുണ്ട്. ഇവർക്ക് ആർക്കാണ് ഈ ചിലപ്പം വളം കൊടുക്കുക എന്ന് വെച്ചാൽ സമയം അവിടെ നിന്ന് ദർശനം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ തന്നെയാണ് വന്നെത്തുന്നത്. അതൊരു ദൈവികമായിട്ടുള്ളൊരു ചടങ്ങാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നിറയെ പേരുണ്ടാകും. ഓരോ വർഷം ഓരോരുത്തർക്കാണ് ദൈവം വരാറുള്ളത്. ഈ വർഷം കറക്റ്റ് 3 പേർക്ക് ആ പാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരാൾ ചിലമ്പ് എടുക്കാൻ പോകുന്നു, വാളെടുക്കാൻ പോകുന്നു. ആ ദൃശ്യമാണ് നമ്മുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ. ഇത് ശരിക്കും ലൈവ് എന്ന് വെച്ചാൽ അയ്യപ്പൻ ശരിക്കും അവരുടെ ദേഹത്ത് കയറുമ്പോഴുള്ള ആ ഒരു ഇതാണ്. എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ നമ്മുടെ ചാനലിലുള്ളവർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഇത് ദൈവികമായിട്ട് കിട്ടുന്ന ഒരു ഇതാണ്. ചിലവർ അവിടെ നിന്ന് പാട്ട് കേട്ട് കഴിഞ്ഞാൽ തന്നെ തുള്ളൽ ഓട്ടോമാറ്റിക്കായിട്ട് ശരീരത്ത് അയ്യപ്പൻ കുടിയിരുന്ന എന്ന് വെച്ചാൽ ആ ഭക്തി അത്രമാത്രം അവരുടെ മനസ്സിലുണ്ട് എന്ന് കൽപ്പിക്കുന്ന ആ ഒരു ദൃശ്യമാണ് നമ്മൾ എത്തിച്ചിരിക്കുന്നത്. ഇത് പെരുമ്പളം ഗ്രാമത്തിൽ നിന്ന് ഇവിടെ നിന്ന് നമ്മൾ നേരെ പുതിയംഗം വഴി പെരുമ്പളം പുതിയംഗം വഴി അങ്ങനെ പോയി മലക്കുളം മലക്കുളത്തിൽ നിന്ന് വീഴുമലയിൽ കയറി അവിടെ പോയി ആന എഴുന്നള്ളത്തോടെയാണ് പോകുന്നത്. അവിടെ പോയി അന്ന് രാത്രി എന്ന് വെച്ചാൽ ഇന്ന് രാത്രി അവിടെ നേരം വെളുക്കുന്നത് വരെ പകൽ രാത്രി 10 മണി മുതൽ 5 മണി വരെ അയ്യപ്പൻ പാട്ടോട് കൂടിയിട്ടുള്ള ആ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതേപോലത്തെ വീഡിയോ നമ്മൾ റിയൽ എസ്റ്റേറ്റ് മൈൻഡ് ഇടുന്നത് 2 ദിവസം 3 ദിവസമായി നമ്മളതിൻ്റെ പുറകിൽ തന്നെ ആയതുകൊണ്ടാണ് ഈ വീഡിയോ കൂടി നിങ്ങളുടെ മുമ്പിൽ ദർശനം അയ്യപ്പൻ്റെ ദർശനം എല്ലാവർക്കും നമ്മുടെ ചാനൽ കാണുന്ന സുഹൃത്തുക്കൾക്ക് നമ്മുടെ ഫാമിലികളിലുള്ള എല്ലാവർക്കും എൻ്റെ അയ്യപ്പൻ്റെയും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം ഒരു കലാകാരൻ എന്ന് വെച്ചാൽ അയാളുടെ ഭക്തി എന്ന് വെച്ചാൽ അയാൾ അവസാനിപ്പിക്കാൻ പോകുന്നു. അപ്പോൾ ചിലമ്പും വാളും കിട്ടിയാൽ ഇവിടെ നിന്ന് അയ്യപ്പ ക്ഷേത്രം വരയ്ക്കും അയാൾ തന്നെയാണ് ഉള്ളിൽ കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മൾ സെക്കൻഡ് താലപ്പൊലി എന്ന് വെച്ചാൽ താലമായിട്ട് ഒരുപാട് കുട്ടികളും ലേഡീസ് മൊത്തത്തിൽ കവർ ചെയ്തിട്ട് കാലവുമായി മുമ്പിൽ ഈ അയ്യപ്പൻ പാട്ട് പാടുന്നതിൻ്റെ മുൻവശത്തൂടെ പോയിക്കൊണ്ടിരിക്കും. അപ്പുറത്ത് നിറയെ കുട്ടികൾ എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട്. താലമായിട്ട് എണ്ണത്തിരിയോടുകൂടി താലമായിട്ട് മുന്നിൽ പാലക്കൊമ്പിൻ്റെ മുമ്പിലാണ് ഇവരുടെ പോക്ക്. അതിൻ്റെ പിന്നാലെ അയ്യപ്പൻ പാട്ട്, അതിൻ്റെ പിന്നാലെ പഞ്ചവാദ്യങ്ങളോടും കൂടിയിട്ട് അതും കൂടി നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ. മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് നിങ്ങളോട്. വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ എൻ്റെ ഈ എസ്റ്റേ പ്രോപ്പർട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അടുത്തത് നമുക്ക് പഞ്ചവാദ്യത്തിൻ്റെ ആ ഒരു രംഗം വരുമ്പോൾ ഞാൻ വീഡിയോ 2 സെക്കൻഡ് സ്പീച്ച് ഇല്ലാതെങ്കിലും പഞ്ചവാദ്യം നമുക്ക് വ്യക്തമായി കേൾക്കാൻ വേണ്ടിയിട്ടാണ്. മനോഹരമായി താലപ്പൊലിയോടുകൂടിയാണ് ഇത് നമ്മൾക്ക് പോകുന്നത്. വളരെ ഭംഗിയായിട്ട് നമ്മളെ കൊണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ അവിടുത്തെ കമ്മിറ്റിക്കാർക്ക് നടത്താൻ പറ്റുന്ന വിധത്തിൽ ഓരോ കൊല്ലവും വികസനം കയറി കൊണ്ടുവരുന്നുണ്ട്. പഞ്ചവാദ്യത്തോടെ കൂടിയാണ് ഇപ്പോൾ നമ്മൾ
അയ്യപ്പൻ സ്വാമി പാട്ടും കൂടി എന്ന് വെച്ചാൽ ഭക്തന്മാരുടെ പാട്ട് സ്വാമികളാണ് എല്ലാവരും പാലക്കൊമ്പുമായി അവരാണ് മുമ്പിൽ പോവുക. അവിടെ നിന്ന് നേരെ പഞ്ചവാദ്യമാണ് ബാക്കിൽ വരുന്നു. അങ്ങനെയാണ് വീഴുമലയിലേക്ക് നമ്മൾ പെരുമ്പുളത്ത് നിന്ന് പോകുന്ന ആ ദൃശ്യമാണ് നമ്മുടെ മുമ്പിൽ ലൈവ് വീഡിയോ എടുത്തിട്ട് നമ്മുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. അടുത്തത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾക്കത് ഇപ്പോൾ എല്ലാം റെഡിയായി, പഞ്ചവാദ്യം റെഡിയാകാൻ വേണ്ടി പഞ്ചവാദ്യക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ കാലം എടുത്ത് ഇത്രയും ഒരു 3-4 കിലോമീറ്റർ റണ്ണിങ് ചെയ്ത് നടന്നു തന്നെയാണ് പോകുന്നത്. പഞ്ചവാദ്യക്കാരെ വിളിക്കുന്നുണ്ട്. പഞ്ചവാദ്യക്കാരെ വന്നു കഴിഞ്ഞാൽ ഒരു പഞ്ചവാദ്യം ഇട്ട് ഞാൻ ആ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. പഞ്ചവാദ്യത്തിൻ്റെ മനോഹരമായ മലപ്പുറം ടീം തന്നെയാണ് ഉള്ളത്. അപ്പുറത്തും വേറൊരു ഇതും കൂടി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നുണ്ട്. ഇവരാണ് മുമ്പ് പോയിക്കൊണ്ടിരിക്കുക. ഇത് നമ്മുടെ പെരുമ്പുളം ഗ്രാമം. മനോഹരമായിട്ടുള്ള ഈ അയ്യപ്പൻ വിളക്കിനെ നിങ്ങൾ ഇത്രയും നേരം ക്ഷമയോടെ കണ്ടവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാമി ശരണമയ്യപ്പ. എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇത് നേരത്തെ നമ്മളിങ്ങനെ പോകുന്നത് വണ്ടി വേഷമായിരുന്നു. ഇപ്പോൾ അത് നടത്തിച്ചിട്ടാണ് പോകുന്നത്. ഏകദേശം വൃത്തിയായിട്ട് നമ്മളെ കൊണ്ടാകുന്ന വെച്ചാൽ അവിടെയുള്ള കമ്മിറ്റിക്കാരെ കൊണ്ടാകുന്ന വിധത്തിലുള്ള എല്ലാവിധ സഹകരണങ്ങളും നാട്ടുകാരോട് എല്ലാവരുടെയും ഉള്ളതുകൊണ്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അയ്യപ്പൻ വിളക്ക് മഹോത്സവം സഹായിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് പഞ്ചവാദ്യത്തിൻ്റെ അടുത്തേക്ക് പോകാം. ഒരു 3 മിനിറ്റ് 2 മിനിറ്റ് പഞ്ചവാദ്യം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണമെന്ന് തോന്നിയതുകൊണ്ട് ആ പഞ്ചവാദ്യത്തിന് കൂടി വിളിക്കുന്നു. കമ്മിറ്റിയിലെ മെയിൻ ആളാണ് അദ്ദേഹം. പഞ്ചവാദ്യം പഞ്ചവാദ്യക്കാരെ വിളിക്കുന്നുണ്ട്. പഞ്ചവാദ്യത്തിന് മുമ്പിലോട്ട് നമ്മൾ പോകുമ്പോൾ 2 മിനിറ്റ് പഞ്ചവാദ്യം കൂടി നമ്മുടെ മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞ പറയുന്നു. ശിവക്ഷേത്രത്തിൻ്റെ മുമ്പിൽ എന്ന് വെച്ചാൽ പെരുമ്പുളം ഗ്രാമത്തിൽ ശിവക്ഷേത്രത്തിൻ്റെ മുൻവശത്തു നിന്നാണ് തുടക്കം പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ചുറ്റിക്കറങ്ങി പോകുമ്പോൾ ഏകദേശം 1.5-4 കിലോമീറ്ററോളം മലപ്പുറത്തിലേക്ക് എത്തും. അവിടെ നിന്ന് 1.5 കിലോമീറ്റർ മേലേക്കാണ് വീഴുമല അയ്യപ്പൻ ഇരിക്കുന്നത്. അയ്യപ്പൻ്റെ വരവിൻ്റെ ദൃശ്യമുണ്ട്. പഞ്ചവാദ്യം തുടങ്ങുന്നു. പഞ്ചവാദ്യം മലപ്പുറത്തിലെ ത്തിലാണ് ഈ പഞ്ചവാദ്യത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്ന ദൈവത്തിൻ്റെ കയറപ്പെടാണ് നമ്മൾ എല്ലാ വർഷവും പഞ്ചവാദ്യം ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ മറ്റ് എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ചാനലിൽ ഇതേപോലത്തെ വീഡിയോകൾ പലതും പരസ്യമായിട്ട് വീടും സ്ഥലവും കാറും ബൈക്കും എന്ത് വേണമെങ്കിലും ഫ്രീ ആയി പരസ്യം ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ചാനലുമായി ബന്ധപ്പെട്ടുള്ളൂ. ഭാഗത്ത് എവിടെയാണെങ്കിലും ഞാൻ തന്നെ വന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഏത് മുതലാണെങ്കിലും ശരി അത് ഉടനെ വിൽക്കാനുള്ള ഏർപ്പാട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് സുഹൃത്തുക്കളെ. പഞ്ചവാദ്യത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ചില അവസാനം വരെ എടുത്തിട്ടില്ല, കുറച്ച് ദൂരം തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി പറയുന്നു, ആ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ബെല്ലൈക്കനും കൂടി നടത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടൺ അമർത്തി വിട്ടോളൂ സുഹൃത്തുക്കളെ. അപ്പോൾ ഈ വർഷത്തെ അയ്യപ്പൻ വിളക്കിൻ്റെ എല്ലാവിധ സഹകരണത്തിനും നന്ദി, നമസ്കാരം. കിടിലൻ ആനയായിരുന്നു നമുക്ക് ഇപ്രാവശ്യം അയ്യപ്പൻ സ്വാമിൻ്റെ ഈ പാലക്കൊമ്പുമായി എന്നുള്ളതിന് കിട്ടിയ ഒരു